കഴിഞ്ഞു മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണേൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അഖിലിന്റെ വൈഫ് ഒളിച്ചോടി പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പർ ഒക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ ഇൻഫ്ലുവൻസർമാരുമായിട്ട്. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ആദ്യമായിട്ട് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത് പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. മല്ലു ട്രാവലർ ശരിയാണോ തെറ്റാണോ ഈ വിഷയത്തിൽ എന്നല്ല ഞാൻ പറയുന്നത്, ഈ മനുഷ്യമൃഗം ചെയ്തതാണ്. അതെ, എന്താ എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല ഈ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളി പറഞ്ഞു. അതുപോലെ ഞാൻ കടലാ സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കി എന്ന് നോട്ടീസ് ഇറക്കി. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്താ എന്നല്ല, ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിന്നെ സമ്മതിക്കണം. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളി പറയും. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട കൈവള്. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയാണോ? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ.